കോവിഡ് നിപ്പയൊക്കെ വന്നപ്പോൾ നമ്മുടെ കൊച്ചു കേരളം വളരെ സമർത്ഥമായി അതിനെ കൈകാര്യം ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്ന് നമ്മൾ കൂട്ടായിട്ട് ആലോചിച്ച് കണ്ടുപിടിച്ചു. തികച്ചും പ്രായോഗികമായിട്ടുള്ള രീതി അവലംബിച്ചു. ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ അത്ഭുതപ്പെടുന്ന റിസൾട്ട് നമ്മൾ ഉണ്ടാക്കി. എന്നാൽ നമ്മുടെ നാട്ടിലെ ചിലർക്ക് ആ റിസൾട്ടായിട്ട് കാണാൻ പറ്റുന്നില്ല. എല്ലാം PR വർക്കായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പബ്ലിക് റിലേഷൻസ് വർക്കായിരുന്നു. നമുക്ക് 2020 കേരളത്തെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ കോവിഡിനെ നേരിട്ടതാണ്. കോവിഡ് ചൈനയിൽ ഉണ്ടായി എന്ന് കേട്ടപ്പോൾ നമ്മളിവിടെ ഒരുക്കങ്ങൾ നടത്തി എന്നുള്ളതാണ് തോന്നുന്നു. അവർക്കത് ഒരു രാജ്യത്തിന് അവരോട് എന്തോ ഒരു മാറ്റം ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് ദൈവവിശ്വാസം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും എല്ലാം ഒരേപോലെ അവകാശപ്പെടാൻ കഴിയുന്ന ഒരു രാജ്യമായിരിക്കണം ഇന്ത്യ. ദൈവത്തിന്റെ പേരിൽ തുടങ്ങരുത് എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ചർച്ചയായി. ചിലരെങ്കിലും വാദിച്ചു, എന്നാ പിന്നെ ഇത് വോട്ടിനിടാന്ന് പറഞ്ഞു. പ്രമേയം അങ്ങനെ പ്രിയാമ്പിൾ തുടങ്ങാനുള്ള പ്രമേയം വോട്ടിനിട്ടപ്പോ മഹാഭൂരിപക്ഷം ഒന്നോ രണ്ടോ ആളെങ്ങാട്ടാണ് അതിനകത്ത് ദൈവവിശ്വാസം ഇല്ലാത്തവരുള്ളത്. പക്ഷേ ദൈവവിശ്വാസികളെല്ലാം ചേർന്ന് വോട്ടിനിട്ട് ദൈവത്തിന്റെ പേരിൽ തുടങ്ങേണ്ടതില്ല എന്ന് പാസാക്കി. അതാണ് ഇന്ത്യയുടെ ഒരു പ്രത്യേകതയും മഹത്വവും. എന്നിട്ട് എങ്ങനെ തുടങ്ങണം? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ ജനങ്ങളായ നാം പ്രഖ്യാപിക്കുന്നു ഇന്ത്യയുടെ ഭരണഘടന. അങ്ങനെയാണ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭരണഘടന തുടങ്ങുന്നത്. അപ്പോൾ വളരെ വിശാലമായ കാഴ്ചപ്പാടാണ്. അല്ലായിരുന്നെങ്കിൽ ജവഹർലാൽ നെഹ്റുവിന് പോലും പ്രശ്നമായിരുന്നു. ജവഹർലാൽ നെഹ്റു അസല് നിരീശ്വരവാദിയാണ്, ദൈവവിശ്വാസിയല്ല. അദ്ദേഹം തുറന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ദൈവവിശ്വാസിയല്ല, ഞാൻ ഒരു ദൈവത്തിലും വിശ്വസിക്കുന്നില്ല, ഞാൻ ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നു. ഇനി അമ്പലങ്ങളല്ല സ്വതന്ത്ര ഇന്ത്യയിൽ ഉണ്ടാക്കേണ്ടത്, അണക്കെട്ടുകളാണ്. പലയിടത്തും വെള്ളം തടുത്തു നിർത്തി ആ പ്രദേശത്തെ മുഴുവൻ കൃഷിക്ക് ഉപയുക്തമാക്കി കൃഷി ചെയ്ത് ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യർക്കും വയറു നിറയെ ആഹാരം കഴിക്കാനുള്ള ഭക്ഷ്യധാന്യങ്ങൾ ഉണ്ടാക്കുന്നതിനാണ് സ്വതന്ത്ര ഇന്ത്യ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടതെന്ന് നെഹ്റു പറഞ്ഞു. വളരെ അന്തസ്സുറ്റ പ്രധാനമന്ത്രി. അപ്പൊ ഞാനൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെ പ്രവർത്തകൻ. ഇവിടെ എല്ലാവരും ഉണ്ട്, എല്ലാ പാർട്ടിക്കാരും. വായനശാലേന്റെ പ്രവർത്തനത്തിനൊന്നും രാഷ്ട്രീയമില്ല. പക്ഷേ ജവഹർലാൽ നെഹ്റു കട്ടായമായിട്ട് നെഹ്റുവിന്റെ സാമ്പത്തിക നയത്തോടൊക്കെ അത്ര എല്ലാ കാര്യത്തിനും യോജിപ്പില്ലാത്തവരാണ് ഞങ്ങളുടെ പാർട്ടിക്കാരൊക്കെ. എന്ന് വെച്ചാൽ നെഹ്റുവിന്റെ അന്തസ്സുറ്റ സമീപനത്തെ തള്ളിക്കളയാൻ ആർക്കും സാധിക്കില്ല. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പറഞ്ഞു, ഞാൻ ഒരു ആരാധനാലയത്തിന്റെയും ഉദ്ഘാടനത്തിന് പോവില്ല, തറക്കല്ലിടാൻ പോവില്ല, ഉദ്ഘാടനം ചെയ്യാൻ പോവില്ല. അതൊക്കെ പൂജാരിമാരും പള്ളി വികാരിമാരും അതുപോലെ മറ്റുള്ള ആരാണോ മതത്തിന്റെ മേധാവികൾ അവരൊക്കെ കൂടി ചെയ്യട്ടെ. ഞാനൊരു സ്വതന്ത്ര പരമാധികാര സെക്കുലർ രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രിയാണ്. അതുകൊണ്ട് ഒരു ആരാധനാലയങ്ങളുടെയും ഉദ്ഘാടനത്തിന് ഞാൻ പോവില്ല എന്ന് പറയുക മാത്രമല്ല, മറ്റു മന്ത്രിമാരെ പോകുന്നതിൽ നിന്ന് നെഹ്റു വിലക്കുകയും ചെയ്തു. എന്നിട്ട് നെഹ്റുവോട് ആർക്കെങ്കിലും ദേഷ്യമുണ്ടോ? നെഹ്റു ഈശ്വര വിശ്വാസി അല്ല എന്നുള്ളത് കൊണ്ട് ഈശ്വര വിശ്വാസികളായ ഇന്ത്യൻ പൗരന്മാർക്ക് ആ കാരണത്താൽ നെഹ്റുവിനോട് എന്തെങ്കിലും വെറുപ്പുള്ളതായി എനിക്ക് തോന്നുന്നില്ല. നമുക്കാർക്കും ഇല്ല. രാഷ്ട്രീയമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നെഹ്റു ഈ സ്വതന്ത്ര ഇന്ത്യ നല്ല ജനാധിപത്യ രാഷ്ട്രമായിട്ട് വളർന്നു കാണണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള സ്വാതന്ത്ര്യ സമര നേതാവ് കൂടിയായിരുന്നു. പക്ഷേ നെഹ്റുവിന്റെ എല്ലാം കാലം കഴിയുമ്പോൾ നമ്മൾ കൂടുതൽ പുരോഗമനത്തിലേക്ക് പോകുന്നതിന് പകരം നമ്മുടെ എല്ലാം മനസ്സിനെ ചില വിഭാഗീയ ചിന്തകൾ പിടികൂടുകയാണ്. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ പിടികൂടുകയാണ്. ഭരണഘടനയിൽ എഴുതി വെച്ചത് എന്താന്ന് എല്ലാ പൗരന്മാരും ചിന്തിക്കുന്ന പോലുമില്ല. ഞാൻ ഒരു ചെറുപ്പക്കാരുടെ ഒരു മീറ്റിങ്ങിന് എറണാകുളത്ത് എല്ലാവരും MBAക്കാരും MTechകാരും MBBSകാരും ഒക്കെ ആയിട്ടുള്ള ഒരു കൂട്ടം നല്ല വിദ്യാഭ്യാസം നേടിയ ചെറുപ്പക്കാര് എന്നെ വിളിച്ചു. അവരാരും എന്റെ പാർട്ടിക്കാരൊന്നുമല്ല. ആരും പറഞ്ഞു, ഒന്ന് വരുമോ ടീച്ചർ, ഞങ്ങൾക്ക് ക്രൈസിസ് മാനേജ്മെന്റിനെ കുറിച്ച് ഒരു ചർച്ച നടത്താൻ. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ കോവിഡ് നിപ്പയൊക്കെ വന്നപ്പോൾ നമ്മുടെ കൊച്ചു കേരളം വളരെ സമർത്ഥമായി അതിനെ കൈകാര്യം ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്ന് നമ്മൾ കൂട്ടായിട്ട് ആലോചിച്ച് കണ്ടുപിടിച്ചു. തികച്ചും പ്രായോഗികമായിട്ടുള്ള രീതി അവലംബിച്ചു. ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ അത്ഭുതപ്പെടുന്ന റിസൾട്ട് നമ്മൾ ഉണ്ടാക്കി. എന്നാൽ നമ്മുടെ നാട്ടിലെ ചിലർക്ക് ആ റിസൾട്ടായിട്ട് കാണാൻ പറ്റുന്നില്ല. എല്ലാം PR വർക്കായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പബ്ലിക് റിലേഷൻസ് വർക്കായിരുന്നു. നമുക്ക് 2020 കേരളത്തെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ കോവിഡിനെ നേരിട്ടതാണ്. കോവിഡ് ചൈനയിൽ ഉണ്ടായി എന്ന് കേട്ടപ്പോൾ നമ്മളിവിടെ ഒരുക്കങ്ങൾ നടത്തി എന്നുള്ളതാണ്.
സമയം കളയാൻ ഞാനതിന്റെ വിശദാംശത്തിലേക്ക് പോകുന്നില്ല. പക്ഷേ ഏത് മാർഗം സ്വീകരിക്കണം? ലോകത്തിൽ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്നുകിൽ മിറ്റിഗേഷൻ മെത്തേഡ് സ്വീകരിക്കണം, അല്ലെങ്കിൽ കണ്ടെയ്ൻമെന്റ് മെത്തേഡ് സ്വീകരിക്കണം. ഞാൻ ആദ്യമായിട്ട് മന്ത്രിയായിട്ടുള്ള ഒരാളാണ്, പക്ഷെ ഞാനൊരു സയൻസ് ടീച്ചറായിരുന്നു. അതുകൊണ്ട് തന്നെ ഏത് മാർഗം സ്വീകരിക്കണം? ഇത്രയും തിക്കിലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ ജനസാന്ദ്രത, കേരളത്തിന്റെ ജനസാന്ദ്രത എന്ന് വെച്ചാൽ 1 സ്ക്വയർ കിലോമീറ്ററിൽ 860 ആളാണ് നമ്മൾ താമസിക്കുന്നത്. ഇന്ത്യന്റെ ശരാശരി 1 സ്ക്വയർ കിലോമീറ്ററിൽ 430. നമ്മുടെ കേരളം ജനനിബിഡമാണ്, ആയുസ് കൂടുതലാണ് ഈ സംസ്ഥാനത്തുള്ളവർക്ക്. അതുകൊണ്ട് തന്നെ ഓൾഡ് ഏജ് പോപ്പുലേഷൻ കൂടുതലാണ്, പ്രായം ചെന്നവരുടെ എണ്ണം കൂടുതലാണ്. അതൊരു കുറ്റമല്ല, നല്ലതല്ലേ? ശരാശരി ആയുസ് 76 എന്ന് പറയുന്നുണ്ടെങ്കിലും ആരും ബേജാറാവുണ്ട്. നമ്മള് 90, 100, 110 വരെയൊക്കെ ജീവിക്കുന്നുണ്ട്, അസുഖം വന്നിട്ട് നേരത്തെ മരിച്ചു പോയിട്ടില്ലെങ്കിൽ. അതാണ് കേരളം. പ്രായമുള്ള ആളുകൾക്ക് അധികവും ഷുഗറും പ്രഷറും ഒക്കെ ഉണ്ടാകും. ഇങ്ങനെയുള്ള ഒരു സമൂഹത്തിലേക്ക് വൈറസിനെ പ്രതിരോധിക്കാതെ തുറന്നു വിടുന്നതിന്റെ പേരാണ് മിറ്റിഗേഷൻ. കൂട്ടത്തോടെ വന്ന് എല്ലാവർക്കും വന്ന് എന്നിട്ട് പ്രതിരോധം ഉണ്ടാവുക. അതിനൊരു സയൻസ് ഉണ്ട്. എല്ലാവർക്കും വന്നു കഴിഞ്ഞാൽ സ്വയം ഒരു ചെറിയ പ്രതിരോധം ഉണ്ടാവും. പക്ഷേ ആ പ്രതിരോധത്തിന് കാത്തു നിൽക്കില്ല. 100 കണക്കിന് ആളുകൾ ഒഴിഞ്ഞു വീണ പോലെ മരിച്ചു. അതാ അമേരിക്കക്ക് പറ്റിയത്, അതാ ബ്രിട്ടന് പറ്റിയത്. അഴിച്ചുവിട്ട് വൈറസിനെ തടുത്തു നിർത്താതെ മാസ്ക് ഇല്ല, കണ്ടെയ്ൻമെന്റ് ഇല്ല, ക്വാറന്റൈൻ ഇല്ല. അപ്പൊ എല്ലാവർക്കും പെട്ടെന്ന് വന്നു, ജനസംഖ്യയുടെ ഒരു വലിയ വിഭാഗം മരിച്ചുപോയി. എന്നിട്ട് പ്രതിരോധം കിട്ടിയിട്ടെന്നാ വേണ്ടത്. പക്ഷെ നമ്മൾ പറഞ്ഞു കണ്ടെയ്ൻമെന്റ് മെത്തേഡ്. അങ്ങനങ്ങാൻ വരുന്നവരെ വിമാനത്താവളത്തിൽ വെച്ച് പരിശോധിക്കുക, കോവിഡ് ഉണ്ടെന്ന് തോന്നിയാൽ കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുക, ചികിത്സിക്കുക, ഭേദപ്പെടുത്തുക. അപൂർവം ചിലർ മരിച്ചുപോയി. നമ്മളിത് സ്വീകരിച്ചതുകൊണ്ട് 2020 ജനുവരിയിൽ വന്ന കോവിഡ് 2020 ഡിസംബറിൽ പരിശോധിക്കുമ്പോൾ അമേരിക്കയിലൊക്കെ ലക്ഷങ്ങൾ മരിച്ചു വീണ സമയത്ത് നമ്മുടെ കേരളത്തിൽ 5000-ൽ താഴെ ആളെ മരിച്ചിട്ടുള്ളൂ. ഇത് ലോകത്തെ ഞെട്ടിപ്പിച്ചു, അത്ഭുതപ്പെടുത്തി. എങ്ങനെ സാധിച്ചു? എന്നെ ഒരുപാട് മീറ്റിങ്ങിന് വിളിച്ചു, ഒരുപാട് ചർച്ചകൾക്ക് ഇന്റർനാഷണലായിട്ട് തന്നെ. ഞാനാണെങ്കിൽ ഇവിടെ ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ഒരു സാധാരണക്കാരിയാണ്, ഒരു തവണ മന്ത്രിയായി പോയി എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ വിളിച്ചപ്പോ നമ്മൾ ഇവിടെ ചെയ്തത് അതുപോലെ പറഞ്ഞു, ഒരു പൊടിപ്പും തൊങ്ങലും ഇല്ലാണ്ട്. അപ്പൊ അവിടുത്തെ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു, കറക്റ്റ് മെത്തേഡാണ് നിങ്ങൾ സ്വീകരിച്ചത്. ഇങ്ങനെയാണ് ഒരു ഇൻഫെക്ഷ്യസ് ഡിസീസിനെ പ്രതിരോധിക്കേണ്ടത്. നിങ്ങൾ ഉണ്ടാക്കിയ പ്രോട്ടോകോളാണ് ശരി, നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ആണ് ശരി. അതാണ് നമുക്ക് ഒരുപാട് ബഹുമതി കിട്ടിയത്. അപ്പൊ ചിലർ പറഞ്ഞു മരണം മറച്ചു വെച്ചിട്ടാണ്, ഇത്രയൊന്നുമല്ല. അപ്പൊ ഞാൻ പറഞ്ഞു എക്സസ് ഡെത്ത് അനാലിസിസ് നടത്തുക. അതായത് 2019 എന്ന് പറയുന്ന കോവിഡിന്റെ മുമ്പുള്ള വർഷം, ഒരു വർഷം എത്ര ആള് കേരളത്തിൽ മരണപ്പെട്ടു? 18 എത്ര ആള് മരണപ്പെട്ടു? 20 ആകെ എത്ര മരണമുണ്ട്? ആകെ മരണം ഇവിടെ കണക്കാക്കുന്നതിന് ഒരു പ്രയാസമില്ല. ഡെത്ത് രജിസ്ട്രേഷൻ ഉണ്ട് കേരളത്തിൽ. ആരോഗ്യവകുപ്പിന്റെ കണക്കല്ല, ഡെത്ത് രജിസ്റ്റർ ചെയ്ത രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കണക്കാണ്. അതെടുത്ത് പരിശോധിച്ചപ്പോഴും നമുക്ക് ലോകത്തിന്റെ മുന്നിൽ ഒരു വലിയ അവാർഡ് കിട്ടി. ലോകത്തിലാകെ 6 സ്ഥലത്ത് മാത്രമേ കോവിഡ് വർഷത്തിൽ മരണത്തിന്റെ എണ്ണം കുറഞ്ഞിട്ടുള്ളൂ. അതിലൊന്ന് കേരളമാണ്, ഇന്ത്യയല്ല. ഇന്ത്യയിലെ കുഞ്ഞു സംസ്ഥാനമായ കേരളത്തിലാണ്. മറ്റു സംസ്ഥാനങ്ങളിലെല്ലാം കോവിഡ് വർഷത്തിൽ എക്സസ് ഡെത്ത് ഉണ്ടായി. ഇവിടെ ചില പ്രദേശങ്ങൾ, ന്യൂസിലാൻഡിനൊക്കെ പോലുള്ള, ക്യൂബയെ പോലുള്ള, വിയറ്റ്നാമിനെ പോലുള്ള ചില രാജ്യങ്ങളോടൊപ്പമാണ് നമ്മുടെ സ്ഥാനം. കോവിഡ് വർഷത്തിൽ 28,000 മരണം കുറവാണ് മുൻ വർഷത്തേക്കാൾ. ഇതും ആളുകൾ പഠന വിധേയമാക്കി. ഇതിലേക്ക് എത്തിയത് ഏതെങ്കിലും ഒരു ശൈലജ ടീച്ചറും എടുക്കോ പിണറായി വിജയന്റെ മാത്രം എടുക്കോ ഒന്നും കൊണ്ടല്ല. പക്ഷെ പിണറായി വിജയന്റെ ഐഡിയയും ശൈലജ ടീച്ചർ പ്രവർത്തനവും എല്ലാം അതിൽ ഉൾച്ചേർന്നിട്ടുണ്ട്. അതോടൊപ്പം നാട്ടിലെ ഗ്രാമപഞ്ചായത്തുകൾ, നാട്ടിലെ ചെറുപ്പക്കാരുടെ കോവിഡ് ബ്രിഗേഡ്, വോളണ്ടിയർമാർ, ആശാവർക്കർമാർ, JPHന്മാർ തുടങ്ങിയിട്ടുള്ള ഡോക്ടർമാർ, നഴ്സ് എല്ലാം ചേർന്നിട്ടുള്ള പോലീസുകാരടക്കം ഒരുമിച്ച് നിന്ന് നടത്തിയ നമ്മുടെ ഒരു ഓപ്പറേഷൻ ഉണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ്. പിന്നെ 21-ലെ ഇലക്ഷനൊക്കെ വന്നപ്പോൾ എല്ലാവരും മിങ്കിൾ ചെയ്ത്, അപ്പോഴേക്ക് ഡെൽറ്റ വേരിയന്റ് വന്നു. പിന്നെ നമുക്ക് പഴയ ശീലം അങ്ങനെ പോകാൻ പറ്റിയില്ല. അപ്പൊ കുറച്ചധികം കോവിഡ് രോഗവും കോവിഡ് മരണവും ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും നമ്മൾ ആവറേജിൽ വളരെ താഴ്ന്നു നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്